ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 90-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി തരുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവം സഹായിച്ചു. നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകി തരുന്നത് പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകരുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സറാണ്. ഇന്നും മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുവാനായി. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂദും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാതെ അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അന്യാഗ്നി എന്നതിന്റെ ഒരു വിശദീകരണമാണ്. സ്തോത്രം. നല്ല ചോദ്യം. അത് ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യമുള്ള ഒരു കാര്യമല്ല. ആരാധനാ നിയമങ്ങൾ ഉണ്ടാകുന്ന ഏർലിയസ്റ്റ് സ്റ്റേജ് ആണ്. ഏർലിയസ്റ്റ് സ്റ്റേജ് when the doctrines of worship being formed. മാത്രമല്ല, വിശുദ്ധിയുടെ പ്രമാണം ഉണ്ടാകുന്നതിന്റെ ഏർലിയ സ്റ്റേജസ് ആണ്. 3, ഈ പെരുമാറ്റച്ചട്ടങ്ങൾ ദൈവമക്കളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, ദൈവസഭയുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, പൗരോഹിത്യത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതൊക്കെ നിലവിൽ വരുന്നതേ ഉള്ളൂ. അപ്പോ ദൈവം ഓരോന്നും മോശയോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനത്തിന് മോശ എന്ത് പറയുന്നത് ചെയ്താൽ മതി. അതിന് വേറൊരർത്ഥമുണ്ട്. മോശ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചെയ്യണ്ട. അക്കാര്യത്തിൽ പിന്നെ മോശ പറഞ്ഞില്ല, നമുക്ക് ചെയ്യണ്ട. ഈ സമാഗമന കൂടാരം ഉറപ്പിച്ചു, അതില് ആരാധന ആരംഭിച്ചു. അപ്പോ ഈ യാഗപീഠം പണിതു, പിന്നെ ധൂപപീഠം പണിതു. അപ്പോ ഇതിന്റെ ഓരോ സെക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യാണ്. ദൈവം ഓരോന്നും മോശയെ വിളിച്ച് കൂടുതൽ പ്രാവശ്യം പറയും. എന്നിട്ട് മോശ അത് അഹ്റോനോട് പറയും, അഹ്റോന്റെ പുത്രന്മാരോടും പറയും. അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം, God's original plan was to speak directly to his people. But they were more scared than attracted by the presence of God. ദൈവ സാന്നിധ്യത്തിൽ അവർ അട്രാക്റ്റഡ് ആകണമായിരുന്നു, എക്സൈറ്റഡ് ആകണമായിരുന്നു. പക്ഷെ അതിന് വരെ അവർ സ്കേർഡ് ആയിപ്പോയി. അവർ സ്കേർഡ് ആയിപ്പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, വി ഡോണ്ട് വാണ്ട് യു ടു സ്പീക്ക് ടു അസ്. ഞങ്ങളോട് നീ സംസാരിക്കുകയേ വേണ്ട, ഈ മോശയോട് പറഞ്ഞാൽ മതി, മോശ ഞങ്ങളോട് പറഞ്ഞുള്ളത് പറഞ്ഞു. ഓക്കെ, ബീറ്റ്സോ. അപ്പൊ അവിടെ അവരും ദൈവം തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായി. അവരും ദൈവം തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കരുതായിരുന്നു. God didn't want to keep himself distant from his people. That's as clear as that. തന്റെ ജനത്തിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല. പക്ഷെ തങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് ജനത്തിന്റെ പദ്ധതിയാണ്. അപ്പോ ദൈവസന്നിധിയിൽ ധൂപം കാട്ടണം. ധൂപം കാട്ടുന്നതിന് വേണ്ടി ഒന്ന്, ധൂപവർഗത്തിൽ തീയിടണം. എവിടുന്നെങ്കിലും പോയി തീയിടാൻ പറ്റത്തില്ല. ഒന്ന്, അതിനകത്ത് ഇടേണ്ട ധൂപവർഗങ്ങളുടെ ലിസ്റ്റുണ്ട്.
ഇന്ന ഇന്ന ഐറ്റംസ് മാത്രമേ നീ ധൂപവർഗത്തിൽ ഇടാവൂ, ധൂപം കത്തിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എവിടുന്ന തീ വരുന്നത്? ഇതിനകത്ത് തീയിടുന്നത് എവിടുന്ന? തീയിടണമെങ്കിൽ യാഗപീഠത്തിൽ നിന്ന് കനല്, ധൂപവർഗത്തിൽ നിന്ന് കനല്. യാഗപീഠത്തിലെ തീയാണ് എവിടെ വരേണ്ടത്? ധൂപവർഗത്തിന്റെ അവിടെ വരേണ്ടത്, യാഗപീഠത്തിൽ നിന്നാണ്. എവിടെ നിന്നെങ്കിലും തീ കൊണ്ടുവരാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇന്ന 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 സമയങ്ങളിൽ ധൂപം കാട്ടണമെന്ന് ദൈവം ടൈം ഫിക്സ് ചെയ്തു. സച്ച് ടൈം മാത്രമേ ധൂപം കാട്ടാവൂ. ഈ ധൂപം കാട്ടുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ അഹരോനും കയറി ചെല്ലണം. അപ്പം ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അഹരോൻ ധൂപവർഗം എല്ലാം ഇട്ടു ചെയ്തു. അഹരോന്റെ മക്കളും ഇത് ചെയ്യാൻ യോഗ്യരാണ്. വളരെ മൂത്ത ചെറുക്കന്മാർ ഐഡിയ പിടിച്ചു. ഇവരെന്തോ ചെയ്തു? ഇമാരെന്തോ ഒരു സാധനമൊക്കെ ഇട്ട് ഇങ്ങാണ്ടെന്ന് ഒരു തീയെ കൊണ്ട് നിന്നിട്ട് അങ്ങോട്ട് പോയിക്കാൻ തുടങ്ങി. ഒത്തിരി പോയിച്ചില്ല, രണ്ടും അവിടെ വീണു ചത്തു. അത് അവരുടെ അഹങ്കാരമായിരുന്നു. ഇത് വളരെ ആഴമേറിയ സന്ദേശം പുതിയ നിയമസഭയ്ക്ക് തരുന്ന. പക്ഷെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നില്ലേ ഉള്ളൂ. നമുക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെയും ആരാധിക്കാം എന്നൊരു തിയറിയിലാണ് ഇന്ന് പ്രത്യേകിച്ച് ന്യൂജൻസ് പോകുന്നത്. ഞാൻ നാട്ടിലായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ ന്യൂജനിലുള്ള ഒരു ദേവദാസൻ ഞാനുമായിട്ട് കുറെ സമയം സംസാരിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ ബൈബിൾ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല, ആരുടെ കീഴിൽ ശുശ്രൂഷിച്ചില്ല, ഒന്നും അറിയത്തില്ല. ഞാനും കൂടി ശുശ്രൂഷിക്കാനുള്ള കയറി നിൽക്കും. പിന്നെന്താ, പിന്നെ ഒരു പോക്കാണ് ഒട്ടിച്ച് വിടുക എന്നത്. അപ്പം ആർക്ക് ശരിയാ സംഭവിച്ചു, അതൊക്കെ സംഭവിച്ചു. ഭയങ്കര പോക്കാണ്, ഉണർവ്, ജനമെല്ലാം കെട്ടി മറിയും, ചാടും, ബഹളം ഉണ്ടാക്കും, ഭയങ്കര അഭിഷേകമാണ്, ഒക്കെ സംഭവിച്ചു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അനാലജി പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഈ ദോസ് തിങ്സ് ദാറ്റ് ഹേർട്ട് ഇൻസ്ട്രക്ട് എന്നാണല്ലോ, ഇച്ചിരി മുറിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഫോറസ്റ്റിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാതിരിക്കട്ടെ. കുറേ കഴിഞ്ഞപ്പോൾ ടയർഡായി, നല്ല ചൂടുണ്ട്. നോക്കിയപ്പോൾ നല്ലൊരു ചോല ഒഴുക്കുന്ന കയറി കണ്ടു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി മുഖമൊക്കെ ഒന്ന് കഴിയപ്പം നല്ലൊരു തണുപ്പുള്ള പാറയൊക്കെ കണ്ടു. അവിടെ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നിങ്ങളുടെ ഈ വണ്ടി ഓടിക്കെല്ലാം കണ്ട കുറെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങൻ വണ്ടി കഴിഞ്ഞപ്പോൾ വണ്ടി കിടക്കും, കുരങ്ങൻ ചാടിക്കുക. കുരങ്ങനും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു തിരിക്കുന്നുണ്ട്. ഇതേ പിടിച്ച് പിന്നെ ഗിയർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. താഴെ ഈ കുറ്റി പൊലിക്ക് പുള്ളിയെ ചവിട്ടുന്നുണ്ട്. ഇതിന്റെ പരിപാടികളൊക്കെ. ഈ കുരങ്ങന്റെ വണ്ടി ഓടിക്കുക പോലെ നിങ്ങളുടെ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞു. കുരങ്ങന്റെ വണ്ടി. കാരണം നിങ്ങൾക്ക് ഇതിന്റെ ABC അറിയത്തില്ല, നിങ്ങൾക്ക് ഇതിന്റെ ഒരു സംഗതി അറിയത്തില്ല. നിങ്ങൾ എക്സൈറ്റഡാ. അപ്പം അന്ന് ഇവർ അന്യാഗ്നി കാണിച്ചപ്പോൾ, അന്യാഗ്നി കത്തിച്ചപ്പോ ആ സ്പോട്ടിൽ അവർ മരിച്ചുപോയി. കാരണം അത് ന്യായപ്രമാണ യുഗമാണ്. ഓരോരോ തെറ്റുകൾക്കും അനുസരണക്കേടിനും അന്നേരം തന്നെ അടി കിട്ടും. ഇബ്രാഹിം 2-ാം അധ്യായം. ഓരോരോ അനുസരണക്കേടുകൾക്കും ഉടൻ തന്നെ അന്നേരം തന്നെ തക്കതായ ശിക്ഷ ലഭിക്കുന്നു. അതാ കാലം. ആ കാലം കഴിഞ്ഞുപോയി. ഇപ്പൊ നമ്മൾ കൃപായുഗത്തിലാണ് താമസിക്കുന്നത്. കൃപായുഗത്തിലായതുകൊണ്ട് അടിക്കരുതേ 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 എന്ന് ഒരാൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ
പുത്രനായ കർത്താവ് പക്ഷപാതം ചെയ്യുക, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന്. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? എത്ര നാൾ മുന്നോട്ട് പോകും? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ തിരുവെഴുത്തുകളും പ്രത്യേകിച്ച് ഡോക്ട്രിനിലെ കാര്യങ്ങളും അത് ചെയ്യേണ്ട രീതികളും പഠിച്ച് മനസ്സിലാക്കാതെ തോന്നുന്നത് പോലെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരാളുണ്ട്, സാത്താൻ. സാത്താൻ ചടേന്ന് കറങ്ങി നടക്കുന്നവരെല്ലാം ഈ പള്ളിക്കകത്ത് കയറ്റും. ഈ പള്ളിക്കകത്ത് കയറുന്നതുകൊണ്ട് അവന്റെ നരകം ഉറപ്പാക്കാം സാത്താൻ. അതുകൊണ്ട് പിന്നെ ഒരിക്കലും ഡോക്ടറിൻ പഠിക്കത്തില്ല. ബേസിക് ഡോക്ടറിൻ ഓഫ് ദ ചേർച്ച് അവൻ പഠിക്കത്തില്ല. രണ്ട് വിശുദ്ധിയുടെ ഉപദേശം അവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. ഡോക്ടറിൻ ഓഫ് ഹോളിനെസ് അവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. അവൻ വരുന്ന എല്ലാ ആഴ്ചയും കൂടി വരുന്ന ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ബഹളമുണ്ടല്ലോ, ഒരു തുള്ളലുണ്ടല്ലോ. അത് കഴിഞ്ഞ് പഴയ ആളുകൾ തിരിച്ചു വരുന്നു. സെയിം ഓൾഡ് മാൻ കമ്മിങ് ബാക്ക്. ഒരു മാറ്റമില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം ഇങ്ങനെയാണെന്ന് ആളുകൾ വിചാരിക്കുന്നു. ആത്മീയ ആരാധന എങ്ങനെ ആയിരിക്കണം എന്ന് ആരാധന നിയമങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബട്ട് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഉദാഹരണത്തിന് ശമരിക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? എങ്ങനെയും ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയും ആരാധിക്കാം. എങ്ങനെ ആയാലും ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? എങ്ങനെ ആയാലും എന്താ ദൈവത്തെ അല്ലയോ? എങ്ങനെ ആയാലും എന്നാ ദൈവത്തെ അല്ലയോ ആരാധിക്കുന്നത്? ഇത് കുത്തരിഞ്ഞ പുസ്തകമല്ല ആരാധന എന്ന് പറയുന്നത്. അപ്പോ ആരാധന നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ദൈവം പറയാത്ത രീതിയിൽ ഈ ധൂപവർഗം ഉണ്ടാക്കി, ദൈവം പറയാത്ത സമയത്ത് അവർക്ക് തോന്നിയ രീതിയിൽ അതിന്റെ ഗൗരവം നഷ്ടമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ധൂപം കാട്ടി. അവരുടെ അഹങ്കാരമാണ്. അവർക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അപ്പം ആ അഹങ്കാരം അവർ കാണിച്ചതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചോളം അത് ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദാറ്റ് വാസ് ഇൻ ഗോഡ്സ് പ്രസൻസ്. സമാഗമന കൂടാരം ദൈവത്തിന്റെ ലിറ്ററൽ പ്രസൻസ് ആണ്, അർത്ഥാണ്. ലിറ്ററൽ പ്രസൻസ്. അവിടെ ഷെഖീന ഉണ്ട്, ലിറ്ററൽ പ്രസൻസാ. ആ ലിറ്ററൽ പ്രസൻസിൽ അഹ്റോന് പോലും എപ്പോഴും കയറി പോകാൻ പറ്റത്തില്ല. പോകണമെന്നുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് യാഗരക്തവുമായിട്ട് കയറാൻ പറ്റത്തുള്ളൂ, ചുമ്മാ കയറാൻ പറ്റത്തില്ല. അപ്പം അത് ദൈവസന്നിധിയുടെ ഗൗരവം നഷ്ടമാക്കുന്ന രീതിയിൽ, ദൈവസന്നിധിയുടെ ഗൗരവം, സീരിയസ്നെസ് നഷ്ടമാക്കുന്ന രീതിയിൽ അവിടെ ബിഹേവ് ചെയ്തത് കൊണ്ട് അവർ രണ്ടുപേരും അവിടെ തന്നെ മരിച്ചുപോയി. ദൈവസന്നിധിയുടെ സീരിയസ്നെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും വലതുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. 1. 2, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. യെസ്, ദാറ്റ് ഈസ് ദെയർ. ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കൾ സന്തോഷിക്കുന്നതിനാണ്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. അതിനെല്ലാം പെർമിഷനുള്ള ഒരു പ്രാകാരം പുറത്തുണ്ട്. പ്രാകാരം. ഇതിനെല്ലാം ഇത് വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പെരുമാറ്റ ചട്ടങ്ങൾ വളരെ 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 പ്രധാന കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ കൂടിവരവുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ ആത്മീയ കൂടിവരവുകൾക്കും. ഒന്ന്, നമ്മൾ കൂടി വരുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ ഒരു റെന്റഡ് ഹോളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോള് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ഒരു ഹോള് തന്നെ ആയിക്കോട്ടെ. ദ ഫസ്റ്റ് തിങ് ഈസ് അത് വിശുദ്ധമായി സൂക്ഷിക്കണം. അത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ബോധത്തിലായിരിക്കണം ഇരിക്കാൻ. എല്ലാം ചെയ്യേണ്ടത്. സോ യു ഷുഡ് ബിഹേവ് പ്രോപ്പർലി. ബിഹേവ് പ്രോപ്പർലി. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് നമ്മളുടെ എക്സൈറ്റ്മെന്റ് പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചെറുക്ക് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. ആ എക്സൈറ്റ്മെന്റിൽ ഒരു ഇളക്കവും ഒരു ബഹളമൊക്കെ ഉണ്ടാകും. അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ആത്മാവ് ഹേമിക്കുകയാണ്. ആത്മാവ് ഉള്ളിടത്ത് പിന്നെ ഒരു ആത്മപ്രവാഹം ഉണ്ടെന്നോ. പിന്നെ ഈ യോഹന്നാൻ ആത്മാവിൽ അങ്ങ് എടുക്കപ്പെട്ടെന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കുറെ സംഗതികൾ പറയുന്നവരുണ്ട്. ഈ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ എക്സൈറ്റ്മെന്റ് അതെല്ലാം സ്പിരിച്വൽ ഫില്ലപ്പാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ അനോയിന്റിങ് ആണ് എന്ന് ചിന്തിച്ച് ബഹളം വെക്കരുത്. ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്, പാട്ട് പാടുന്ന ശുശ്രൂഷയാണ്, സാക്ഷി പറയുന്ന ശുശ്രൂഷയാണ്, പ്രബോധനം ശുശ്രൂഷയാണ്, പ്രസംഗം ശുശ്രൂഷയാണ്, വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷയാണ്. ഇതൊക്കെയും ചെയ്യുന്നതിന് ബൈബിളിൽ ഡോക്ട്രിനലായ ഡിറക്ഷൻസ് ഉണ്ട്. ആ ഡോക്ട്രിനലായ ഡിറക്ഷൻസ് തെറ്റിച്ച് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിയും. ആദ്യം ഇതൊക്കെ ദൈവം ക്ഷമിക്കും. ക്ഷമിക്കുക എന്നല്ല, ശരിക്കും കർത്താവ് നമ്മളെ കവർ ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യാണ്, ദൈവകോപം നമ്മളിൽ വീഴാതിരിക്കാൻ വേണ്ടി. ഒരു സർട്ടൻ എക്സ്റ്റെന്റ് കഴിയുമ്പോൾ പിന്നെ ദൈവശിക്ഷയാണ് അതിൻ്റെ ബാക്കി. നമുക്കപ്പം എങ്ങനെ മനസ്സിലാക്കാം? ഇങ്ങനെ അന്യാഗ്നി കത്തിച്ച ഒരുപാടെണ്ണം, അന്യാഗ്നി കത്തിച്ച ഒരുപാട് പേര്, രോഗശാന്തി ശുശ്രൂഷയാണ്, വിടുതലാണ്, സുഗതന്റെ കെട്ടുപൊട്ടി, സുഗരിത വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ദൈവം കൊടുക്കാത്ത പാട്ടുകൾ പാട്ടായിട്ട് നിന്ന് പാടി ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ആത്മീയ ശുശ്രൂഷയ്ക്കും അപമാനം വരുത്തുന്ന രീതിയിൽ ചെയ്യുന്നത് അന്യാഗ്നി കത്തിക്കുക. അങ്ങനെ അന്യാഗ്നി കത്തിച്ചവരൊക്കെ പിന്നീട് ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരുപാട് പേരും പോലീസ് കസ്റ്റഡിയിലാകുകയും മറ്റൊരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയും ഒരുപാട് പേര് ദുർമരണത്തിൽപ്പെട്ട് തീർന്നു പോവുകയും ചെയ്യുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം the largest church in America was Lakewood Church. Lakewood Church. Lakewood Churchിലെ രണ്ടാമത്തെ പാസ്റ്റർ ജോൺ ഓസ്റ്റിന് ശേഷം വന്ന ജോയൽ ഓസ്റ്റിൻ, അയാളെ പറ്റി പ്രചരിക്കുന്ന കഥകൾ, മീഡിയയിൽ ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ എത്രയോ ഹീനമായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മപ്രചോദനം എന്ന് പറഞ്ഞ്, ആത്മപ്രവാഹം എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണിച്ച സംഗതികളൊക്കെ എന്തായിരുന്നു? അവിടെ കാണിച്ചൊക്കെ എന്തായിരുന്നു? അപ്പൊ ഇത് കാണുമ്പോൾ ചിലരുടെ ഭയങ്കര എന്തോ ഉണർവ് അവിടെ നടക്കുന്ന, എന്തോ ഉണർവ് ലേക്ക്വുഡിൽ ഉണരുന്നു. ചേട്ടാ, ഇതെല്ലാം സാത്താൻ കയറ്റിവിട്ട ആൾക്കാരാ, ഗുണം പിടിച്ചവരല്ല, ഗുണം പിടിച്ചവരല്ല. അവരല്ലേ കാണിക്കുന്നതൊക്കെ. ഈ അന്യാഗ്നി കത്തിക്കുക എന്ന് പറയുന്നത് വളരെ 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 സീരിയസ് ആയ ഒരു കാര്യമാണ്.
ഉം. ഇത് ഒരു വചനം അറിയാവുന്ന ഒരു സീനിയർ പാസ്റ്ററുടെ കീഴിൽ, ഉം. സീനിയർ ചർച്ച് ലീഡർഷിപ്പിന്റെ കീഴിലിരുന്ന് ഉം. ആത്മീയ ശുശ്രൂഷ പഠിച്ച ഒരു ശുശ്രൂഷ, അവരുടെ കീഴിൽ ശുശ്രൂഷയിൽ ഉം. പാകം മനസ്- മച്ചുറായി വന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാവില്ല. ഉം. അല്ലാത്തൊരു കാണുമ്പോൾ എക്സൈറ്റഡാ, ഉം. ചാടി ഇറങ്ങും. ഉം. കുറച്ച് കഴിയുമ്പം അവൻ്റെ ജീവിതം തൊലയും, കുടുംബം തകർന്ന്, കുഞ്ഞുങ്ങളും അനാഥരായി. ഉം. ഈ ദുഷ്ടന്മാരെ പറ്റിയുള്ള ചില ഉം. ശാപവാക്കുകൾ ബൈബിളിൽ പറയുമ്പം ഉം. അവൻ്റെ ഭാര്യ അനാഥയാകും, ഉം. അവൻ്റെ കുഞ്ഞുങ്ങൾ തെണ്ടി നടക്കും ഉം. എന്നൊക്കെയാണ് പറയുന്നത്. ഉം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അവൻ്റെ ആഹാരം. സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉം. ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. ലോങ് ലൈഫിലെ പറയാണ്, ഉം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ അവൻ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈവസന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചവൻ്റെ സന്തതി, തലമുറ, കുടുംബം ഇത് മുഴുവൻ തകർന്നു നയിച്ചുപോയി. ഉം. പക്ഷെ ഇതൊക്കെ എത്ര കണ്ടാലും ഉം. മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. എത്ര കണ്ടാലും മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് പ്രവചനമാണോ, ഉം. അത് പ്രവാചകനാണോ, ഉം. ചട്ടപ്പെടാൻ സംസാരിക്കുമോ, സംഗതി ഗംഭീരമാണ്. ഇറ്റ്സ് എ വെരി 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 സീരിയസ് മാറ്റർ. ഉം. നമ്മുടെ ഈ Yes. ക്ലാസ് കേൾക്കുന്ന ആളുകളെങ്കിലും ഉം. ദൈവസന്നിധിയുടെ സാന്നിധ്യ ബോധം ഗൗരവം മനസ്സിലാക്കുകയും അവിടെ അതെ. മിസ്ബിഹേവ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഉം. നല്ലതായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. Okay, okay. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. ഈ കാലങ്ങളില് ആരാധനാ നിയമങ്ങളൊന്നും സഭകളിൽ ഇത് അത്ര ഗൗരവത്തോടെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്ര ലാഘവമായിട്ട് ആളുകൾ ഇത് എടുക്കുന്നത്. പക്ഷേ അതിന്റെ ശിക്ഷ ഉറപ്പാണല്ലോ. മുഹമ്മദ്, പാവൻ ജനമുണ്ടല്ലോ, ഉം. ജനം ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. ഉം. അറിയത്തില്ല, Ignorance. അവർക്കറിയത്തില്ല. ഈ ജനത്തെ നടത്തുന്നവർ ഇവരെ വഴിതെറ്റിക്കുന്നു. അതെ അതെ. ജനത്തിന്റെ മൂപ്പന്മാരാണ്, തലവന്മാരാണ്, ലീഡേഴ്സാണ്, അധ്യാപകരാണ് എന്ന് പറഞ്ഞിരിക്കുന്നവര്. അവരെന്താ ചെയ്യേണ്ടത്? അതെ. ഇത് അവരുടെ ജോലിയാ, പഠിക്കുക എന്നുള്ളത്. യെസ്. എന്നിട്ട് കറകളഞ്ഞ മായമില്ലാത്ത വചനം പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ ജോലിയാ, അതെ അതെ. അവരുടെ ജോലിയാ. ബട്ട് ദേ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. യെസ്. ജസ്റ്റ് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. അവർക്കത് ഗൗരവമില്ല. അതെ അതെ. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അതെ. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ സർ, താങ്ക് യു വൺസ് അഗൈൻ. നോ പ്രോബ്ലം. ചോദ്യം, ഈസ് ലൂസിഫർ ആൻഡ് സേറ്റൻ സെയിം? ലൂസിഫറും സാത്താനും ഒന്നാണ്? ഓക്കെ. ലൂസിഫർ, സാത്താന്, പഴയ പാമ്പ്, ഇവരെല്ലാം ഒരാളാണ്. എതിർ ക്രിസ്തു, ലൂസിഫർ, സാത്താൻ, പഴയ പാമ്പ്. ഇവര് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അവരുടെ ഫങ്ഷൻസിലുണ്ട്. പക്ഷെ ലൂസിഫറും സാത്താനും ഒരാൾ തന്നെയാണ്. ലൂസിഫർ സാത്താനായി മാറിയതാണ്. ഇയാളാണ് ഏൻഷ്യൻ സെർപ്പന്റ് ആയിട്ട് ഹവായെ പറ്റിക്കാൻ വരുന്നത്. അപ്പം വൺ ഇൻഡിവിജ്വലാണ് ഇവരെല്ലാം. യെസ്, അത്രയുള്ള എൻ്റെ ആൻസർ. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ചോദ്യം, who are the angels mentioned in Jude verse 6, 2 Peter 2 verse 4, Revelation 2 verse 4? മാമന്റെ ബൈബിൾ ഉണ്ടോ? എൻ്റെ ബൈബിൾ ഉണ്ട്. ഒന്നെടുത്ത് വായിച്ചേ. ഓക്കെ.
എൻ്റെ വായന അത്ര നല്ല കണ്ണ് ആ, ഇച്ചിരി പറ്റുന്നില്ല കൊണ്ടാണ്. ഞാൻ മലയാളത്തിൽ കൂടെ ഒന്ന് ചോദ്യം വായിച്ചേക്കാം. മലയാളത്തിൽ യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ, 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൂതന്മാർ ആരാണ്? യൂദ വെളിപ്പാട് 2:4 6-ാം 12:4 ഓ സോറി, 12-4 തോന്നുന്നു. ഉം. അല്ല, ഒന്ന് വായിച്ചാട്ടെ. യൂദ 6-ാം വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് കാണിച്ചിരിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഈ ദൂതന്മാർ ആരാണ്? ഓക്കെ, ഇതിൽ ആദ്യത്തെ 2 കാറ്റഗറി ഒരാളാണ്, ആ, മൂന്നാമത്തെ അത് വേറൊരാളാണ്. ഓക്കെ. വെളിപ്പാട് അത് പുസ്തകം, കാര്യം നമുക്ക് മൂന്നാമത്തിൽ തുടങ്ങാം. ഓക്കെ മൂന്നാമത്തെ ആള് ലൂസിഫറാണ്. ഓക്കെ 12:4 പറഞ്ഞിരിക്കുന്നത് ലൂസിഫറാണ്. വായിക്കണം. ആ, വെളിപ്പാട് 12:4 പറഞ്ഞിരിക്കുന്നത് ലൂസിഫർ. 12-ാം അധ്യായം 4-ാം വാക്യം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ, അത് വേണ്ട, അതല്ല, അത് കോണ്ടെക്സ്റ്റ് മാറി. അപ്പോഴത്തേക്ക് പ്രസവിക്കാറായ സ്ത്രീ എന്നൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റ് മാറി, വേറെ കോണ്ടെക്സ്റ്റ്. അപ്പം യെസ്, ഇത് ലൂസിഫർ സാത്താനാകുന്നതായ ആ സമയമാണ്. ഓക്കെ. ലൂസിഫറിന്റെ ഫാന്റാസ്റ്റിക് ഐഡിയ ഉണ്ടായി, ഗംഭീര ഐഡിയ ഉണ്ടായി. ലൂസിഫറിന് ഉത്തരദിക്കിന്മേൽ വാണരണം, മഹോന്നതനോട് സമനാകണം, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ തന്റെ സിംഹാസനം വയ്ക്കണം. ഐഡിയ കിട്ടിയിട്ട് ഭയങ്കര പ്രസംഗകനായ ലൂസിഫർ. ആ വാചക ശൈലി കേൾക്കണം. ഒരു സെന്റൻസിന്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ വാക്ക് കായല തുടങ്ങി അത് മുഴുവൻ പിന്നെ കായ. പ്രാസം ഒപ്പിച്ചാണ്. എന്തോ ഒരു പ്രാസമെന്നറിയാമോ? അറിയോ? ലൂസിഫറിന്റെ അഭിഷേകം കിട്ടുന്നവർ ഇപ്പോഴും ഉണ്ട്. എന്റെ പൊന്നു കർത്താവ്, എനിക്ക് അവന്റെ അഭിഷേകം വേണ്ട. ഞാൻ കർത്താവിന്റെ സിമ്പിൾ ലാംഗ്വേജാ. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ, എസ്പെഷ്യലി നമ്മുടെ ഈ സുവിശേഷങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ, ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റിയ ഭയങ്കര പ്രോബ്ലം അവിടെയാണ്. ഈ കോമൺ ലിറ്റററി ലാംഗ്വേജ് ഉണ്ടല്ലോ, അക്കാഡമിക് സർക്കിൾ ഉപയോഗിക്കുന്ന ഹൈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. ഹൈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ തന്നെ ഷേക്സ്പിയറുടെയും ബേണറ്റ് ഷോയുടെയും കീറ്റ്സിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും ഒക്കെ വലിയ പുസ്തകങ്ങൾ പഠിച്ചാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA PhD ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് എനിക്ക് നല്ല ഫെമിലിയറാണ്. ഇവിടെ വന്നു സാധാരണക്കാരുണ്ടല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, ഇവര് പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. തിരിച്ചും ഇവര് പറയുന്നത് എനിക്കൊട്ടും മനസ്സിലാകത്തുമില്ല. പക്ഷേ ഇവന്മാരെന്തോ പറയുന്നത്, ഇവര് ഇയാളെന്തോ ഇംഗ്ലീഷാ പറയുന്നത്, മനസ്സിലായോ? അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും ലളിതമായ ഭാഷയിൽ സംസാരിച്ചു. ആ ഭാഷയിലെ ഐഡിയാസ്, ആ ഭാഷ അൺട്രാൻസ്ലേറ്റബിളാ. കാരണം വേറൊരു ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. അതുകൊണ്ടാ ഈ ന്യൂ ടെസ്റ്റ്മെന്റില്, എസ്പെഷ്യലി മത്തായി, നമ്മുടെ ഈ സുവിശേഷങ്ങളില് ഒരുപാട് ട്രാൻസ്ലേഷൻ എറേഴ്സ് ഉള്ളത്, ഒത്തിരി ട്രാൻസ്ലേഷൻ എറേഴ്സ് ഉള്ളത്. അപ്പം നമ്മുടെ ടോപ്പിക്സ് അതല്ല, ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയതാ. ഇയാള് ആരാ? നമ്മുടെ ലൂസിഫറിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടിരിക്കും. അടിപൊളി പ്രസംഗമാ. ഒരൊറ്റ പ്രസംഗത്തിൽ
ദൈവത്തിന്റെ ദൂതന്മാരെ 1/3 പുള്ളി വശീകരിച്ചു. വശീകരിച്ച് പുള്ളി സ്ഥാനപ്രശ്നനാകുമ്പോൾ അവരോടൊപ്പോഴാണ് പുള്ളി സ്ഥാനപ്രശ്നനാകുന്നത്. അവർക്കും പുള്ളിയെ പോലെ അവരവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതാണ് നക്ഷത്രങ്ങൾ 1/3 വാലുകൊണ്ട് വളച്ചിങ്ങെടുത്ത് നടന്നത്. ലൂസിഫറ. വേദപുസ്തകത്തിൽ പലപ്പോഴും ഈ പ്രവചന പുസ്തകങ്ങളിൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ ഈ ദൂതന്മാരെയാണ്. ഒരു നക്ഷത്രം വീണു വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുമ്പോ പല പ്രാവശ്യം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോ വേദപുസ്തക വിരോധികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ചോദിക്കുന്നത്, ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയേക്കാൾ എത്രയോ വലുതാ, ഇല്ലേ? നക്ഷത്ര വർഷം എന്ന് പറയുമ്പം എത്ര ദൂരമാണ്, ലൈറ്റ് ഇയർ. അപ്പം അത് അവിടെ നിന്ന് ഇങ്ങി വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ സോളാർ സിസ്റ്റംസ് എന്ത് സംഭവിക്കുന്നു, മറ്റ് പ്ലാനറ്റ്സിന് എന്ത് സംഭവിക്കുന്നു, ഇത് വന്ന് ഭൂമിയിൽ വീണു എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞാല് എന്തോ ഇറ്റ്സ് എ ഫണി ടെക്സ്റ്റ് എന്ന് പറയല്ലേ. പക്ഷേ നക്ഷത്രം വീഴുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലിറ്ററൽ സ്റ്റാർ അല്ല, ദൂതനെന്ന. അപ്പൊ ദൂതന്മാരെ വശീകരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ ആളെയാണ്. ഇനി നമ്മൾ ഈ യൂദായുടെ ലേഖനം 6-ാം അധ്യായത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അല്ലേ? അപ്പൊ നമുക്കിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമേ. ഒരു ചെറുക്കനെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കാൻ, നഴ്സിംഗിന് പഠിക്കാൻ എന്തോ ആയിക്കോട്ടെ. അപ്പൊ അവിടെ ഹോസ്റ്റലൊക്കെ എടുത്തു കൊടുത്തു. എല്ലാ പിള്ളേരും സന്ധിക്കിരുന്ന് പഠിക്കുകയാണ്. ഇവൻ പയ്യെ അവിടും ചാടി എന്തോ അനാവശ്യ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി. അവിടെ ചെന്ന് ആരാണ്ട് എടുത്തിട്ട് തല്ലി, പിച്ചാത്തി കുത്തുണ്ടായി, കുത്തി കീറി ഓടെ കളഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ സ്റ്റോറി പോലെ നമുക്ക് തോന്നും. സിമ്പിൾ സ്റ്റോറി അല്ലേ, ഇൻസിഡന്റ്. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നല്ല കാണുന്ന ഒരു സംഭവമാണ്. ദൈവം ഈ ഭൂമിയെ വാഴുന്നതിന് ഒരു സെറ്റ് ദൂതന്മാരെ ഭൂമിയിൽ അയക്കുക. ആദാം പാപം ചെയ്തു കഴിഞ്ഞ് ഈ ഭൂമി സാത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോയി. സാത്താൻ ഇതിനെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ വാഴുന്നതിന് ഒരു സെറ്റ് ദൂതന്മാരെ അയക്കുക. ഇവരുടെ ജോലി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കുകയും ദൈവത്തിൽ നിന്ന് ഡയറക്ഷൻസ് മേടിച്ച് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം പുത്രൻ വരുവോളം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ദൈവം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ഇവരുടെ ചുമതലയായിരിക്കണം ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്. അതിനുവേണ്ടി ഇവരെ വിട്ടതാ. അന്നത്തെ ഭൂമി ഒരു ഭൂഖണ്ഡ, ഒരു കോണ്ടിനെന്റ്. എല്ലാ കോണ്ടിനെന്റും ഒരുമിച്ചാണ്. ഒറ്റ കോണ്ടിനെന്റ് ഉള്ളൂ. ഭൂമി ഇത്രയും വലുതായിട്ടില്ലെന്ന്. ചിതറിപ്പോയി. അപ്പം ഈ മനുഷ്യന്റെ പുത്രിമാർ സുന്ദരികളായിരുന്നു. സുന്ദരികളാകാനുള്ള കാരണം ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഹവ്വ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊന്ന് ആലോചിക്കാമോ? വി ക്യാൻ നോട്ട് ഇമാജിൻ. കാര്യം ദൈവം ഒരു ഭയങ്കര എസ്തെറ്റിക് സെൻസ് ഉള്ള ഒരാളാണ്. സൗന്ദര്യബോധം, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് യഹോവ പ്രസാദിക്കുന്നു, പ്രകാശിക്കുന്നു അല്ലേ? അപ്പം പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടിയാ ദൈവത്തിൻ്റെത്. അപ്പം ദൈവം തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച
ആ ഹവ്വായുടെ സൗന്ദര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഉം. അപ്പൊ ഈ ഹവ്വാമ്മച്ചിയുടെ വയറ്റിലുണ്ടായ പെമ്പിള്ളാര് ഉം. സുന്ദരിമാരാ. എന്തോ സുന്ദരികളായിരിക്കും. ഉം. അപ്പം ഏഞ്ചലിക് ബീയിങ്സ് ജെൻഡറിൽ അവരെല്ലാവരും ഈ മാസ്കുലിൻ ജെൻഡറാണ്. ഉം. അതെ അതെ. ഉം. മാസ്കുലിൻ ജെൻഡറാണ്. ഉം. അപ്പം ഇവർക്ക് ഈ പെമ്പിള്ളാരെ കണ്ടപ്പം ഇവന്മാരുടെ ആപ്പീസിൽ നിന്ന് ജോലി ചെയ്യേണ്ടതിന് പകരം അതെ. ഈ ദൂതന്മാർ. പെണ്ണുങ്ങളുടെ പുറകെ പോയി. മനസ്സിലായി? എടാ, ഉം. നീ നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത് തിരികെ ഉം. ഇതിൽ ദൈവമായുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉം. അതിന് പകരം ഇവനിപ്പോൾ എന്തോ ചെയ്തിരിക്കുക, മനുഷ്യപുത്രിമാരെ. പുറകെ പോവുക. പോയിട്ട് സന്തതികളുണ്ടായി, ഉം. നെഫിലിംസ് ഉണ്ടായി. നെഫിലിംസ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഹ്യൂമൻ ബീയിങ്സ് ഇല്ലാതാവുക. ഉം. കാരണം നെഫിലിംസ് മക്കളെ പ്രസവിക്കത്തില്ല, അതെ. ആ. നെഫിലിംസ് മക്കളുണ്ടാകത്തില്ല. ഉം. അപ്പം ഭൂമി മുഴുവൻ നെഫിലിംസ് കൊണ്ട് നിറഞ്ഞാൽ അതുങ്ങൾ വെട്ടിക്കുത്തി ചാവുന്നതോടുകൂടി ഹ്യൂമൻ ബേസ്, ദേ, ഹ്യൂമൻ റേസ് അസ്തിത്വം. എറാഡിക്കേറ്റഡ് ആകും. ഇല്ല, ഭൂമിയിലില്ല പിന്നെ. ഉം. അപ്പോൾ എത്രയോ ഗൗരവകരമായ തെറ്റാ തങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉം. മനസ്സിലായിട്ടില്ലായിരിക്കും. പക്ഷെ ഇവര് തങ്ങളുടെ ആ ഉത്തരവാദിത്വം. നൈമിഷികമായ ആ ഒരു പ്ലഷേഴ്സ് അന്വേഷിച്ച് പോയപ്പം അങ്ങ് പോയി. ദൂതന്മാരാണല്ലോ, ഉം. സ്വർഗത്തിൽ നിന്ന് അയച്ചതില്ലയോ, സ്വർഗത്തിൽ നിന്ന് അയച്ചതില്ലയോ. പോട്ടെ, സാരമില്ല, മേലാണ് ഇങ്ങനെ കാണിക്കരുത് ഉം. എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല. അവിടെ ദൈവം അവരെ, വാഴ്ച കാക്കാത്ത ദൂതന്മാരെ അവിടെ നിന്ന് നീക്കി. ഉം. നീക്കിയിട്ട് അവരെ എന്തോ ചെയ്തു എന്നുള്ളത് പത്രോസിന്റെ 2 പത്രോസിന്റെ ലേഖനം എത്രാം അധ്യായമാണ്? 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അമ്മ ഒന്ന് വായിച്ചിട്ടത്. യെസ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അപ്പൊ നോക്കിക്കോണേ, അപ്പൊ ഇവരെ ദൈവം ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ന്യായം വിധിക്കണം. ഉം. അവരുടെ തെറ്റ് മുഴുവൻ ബോധ്യമാക്കണം അവർക്ക്. എന്നിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം എടുത്തു വെക്കണം. ഉം. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്നോട് ഞാൻ ഇനി എന്നൊക്കെ പറയേണ്ടത് തെറ്റാണെന്ന്. ഉം. അത് ചെയ്യുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഉം. അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷ അനുഭവിക്കാൻ നരകത്തിൽ പോകണം. ഉം. ആ ഡേ ഉണ്ടല്ലോ, ന്യായവിധി ദിവസം. ഉം. ഉം. That day is yet to come. ഓക്കെ. ആ. That day is yet to come. Yeah. ഇന്ന് Future. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ ചേർക്കുകയാണെങ്കിൽ ഉം. പിന്നെ ഒരു 1007 years കഴിയുമ്പോഴേ ആ ന്യായവിധി ദിവസം ആരംഭിക്കത്തുള്ളൂ. ആരംഭിക്കത്തുള്ളൂ. ഉം. ആ ന്യായവിധി ദിവസം ആരംഭിച്ച് സകല പാപികളെ ന്യായം വിധിച്ചു കഴിഞ്ഞിട്ട് ഉം. എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, ഓണസ്റ്റ്ലി. ഉം. കാരണം ആദ്യം ന്യായവിധിക്ക് നിൽക്കാൻ പോകുന്ന ആള് കായീനാണ്, ഉം. ആദ്യത്തെ കൊലപാതകൻ. ഉം. കായീൻ മുതലുള്ള എത്രയോ ബില്യൺ ആളുകളെ അതെ. ന്യായവിധി കഴിഞ്ഞിട്ടാണ് ഉം. ഇവന്മാരെ കൊണ്ട് ന്യായം വിധിക്കാൻ. ഉം. അത്ര നാൾ ഇവനെ ഉം. അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. നരകത്തിൽ എന്ന് പറയുന്നത് തെറ്റായ ഫ്രൈസാണ്. ഓക്കെ. ട്രാൻസ്ലേറ്റർക്ക് അങ്ങനെ മനസ്സിലാകത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഉം. യാതനാ സ്ഥലത്താക്കിയിരിക്കുകയെന്ന്. ഓക്കെ. എ പ്ലേസ് ഓഫ് ടോർമെന്റിങ് ആണ് അവിടെ. ഉം. ഉം. പ്ലേസ് ഓഫ് ടോർമെന്റിങ്, അവിടെ നരകമല്ലത്, ഉം. ടോർമെന്റിലാക്കിയിരിക്കും. ഓക്കെ. അപ്പം ന്യായവിധി ദിവസം വരുന്ന ഒരുമാർ അവിടെ കിടക്കണം, ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. ഉം. കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചുമതലയുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കാം. അതുപോലെ ഈ വിചാരണ തടവുകാരെ കൊണ്ട് കസ്റ്റഡിയിലാക്കത്തില്ലയോ, കസ്റ്റഡിയിൽ. എന്റെ കേസ് വിചാരണയ്ക്ക് എടുക്കുന്ന അന്ന് വരെ അവനവിടെ കിടക്കണം, കഞ്ഞിയും കുടിച്ച് തല്ലും കൊണ്ടുണ്ട്. ഉം. യെസ്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല അവർക്ക്.
വെൽ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഉം. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. നോ, നോ ഹോപ്പ് അറ്റ് ഓൾ. താങ്ക് യു വെരി മച്ച് സർ, ഇറ്റ് വാസ് വെരി ക്ലിയർ. നോ അടുത്ത പ്രോബ്ലം. ചോദ്യം. നമ്മുടെ 67-ാം എപ്പിസോഡിൽ സാത്താന് നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുവാൻ സാധിക്കും എന്ന് സാറ് പറഞ്ഞല്ലോ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ ശലോമോന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ, നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തരളയണമേ. നീ ദൈവം മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇതിന്റെ ഒരു വിശദീകരണമാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കുകളിലും പറഞ്ഞ എഴുതിയ എല്ലാ ആളുകളും അതിൻ്റെ പൂർണ്ണ പരിജ്ഞാനം പ്രാപിച്ചിട്ടല്ല എഴുതുന്നത്. വിശുദ്ധ പൂർണ്ണ അറിവ് അവർക്കില്ല. ശലോമോൻ, he was a little boy when he was writing that. Okay. അത് എഴുതുമ്പോൾ ശലോമോൻ ആരാ? He was just a boy. Just a boy, he was writing that. അപ്പൊ എന്തുണ്ടായിട്ടില്ല? ഈ വിസ്ഡം ഹാഡ് നോട്ട് ഡോൺഡ് ഓൺ ഹിം. ശലോമോൻ ജ്ഞാനിയായിരുന്നു പറയുമ്പം ആ ജ്ഞാനം ശലോമോൻ അന്ന് വന്നിട്ടില്ല. അല്ലെങ്കിൽ ദാറ്റ് വാസ് ദി ഏർലിയർ സ്റ്റേജ്. പ്രോഗ്രസീവ് റെവലേഷൻ ആണല്ലോ അല്ലേ? ജ്ഞാനം എപ്പോഴും പ്രോഗ്രസീവ് റെവലേഷൻ ആണ്. ദാറ്റ്സ് അനദർ തിങ്. താങ്ക് യു. അപ്പോ ശലോമോൻ മീൻ ചെയ്യുന്നത് ഒരാളുടെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്ന് ദൈവത്തിന് അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. വേറെ ആരെന്നുള്ള ആരെയാണ് മറ്റു മനുഷ്യർ അറിയുന്നില്ലെന്നാ. നോ അതർ മാൻ നോസ് ഇറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോ അതർ മാൻ നോസ് ഇറ്റ് എന്നാ. അങ്ങ് അറിയുന്നത് പോലെ മറ്റു മനുഷ്യരാരും അറിയുന്നില്ലല്ലോ എന്നാണ്. കേട്ടല്ലോ? ഇനി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ സാത്താൻ അറിയാമോ? അതിന്റെ ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്നു. ആ കോർട്ടിൽ ഇങ്ങനെ പല വരകളും ഉണ്ടല്ലോ. രണ്ടായിട്ട് തിരിക്കുന്നൊരു വരയുണ്ട്. പിന്നെ ഇയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു വരയുണ്ട്. ഗോൾ കീപ്പറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരു വരയുണ്ട്. വട്ടത്തിൽ വരയുണ്ട്. പല വരകളുണ്ട്. പിന്നെ സൈഡിലുള്ള വരകളുണ്ട്. ഇതിൽ ഏതൊക്കെ വരെ എന്തിനൊക്കെയാന്ന് ഈ ഫുട്ബോൾ പ്ലെയർക്ക് അറിയാമോ? 100% അറിയണം. സംശയമില്ല കാര്യത്തില് 100% അറിയാം. എന്തുകൊണ്ട്? അത് അയാളുടെ കളിസ്ഥലമായതുകൊണ്ട്. ദാറ്റ്സ് ഹിസ് പ്ലേ ഗ്രൗണ്ട്. സാത്താന്റെ പ്ലേ ഗ്രൗണ്ട് എവിടെയാ? ഹ്യൂമൻ മൈൻഡ് ആണ് സാത്താന്റെ പ്ലേ ഗ്രൗണ്ട്. ഒന്ന്, അവിടെ സാത്താൻ എന്തുവാ ചെയ്യുന്നത്? മനുഷ്യന് തോട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയുള്ള തോട്ട്സ്? ഈവിൾ തോട്ട്സ്, ഗ്രേറ്റ് ഐഡിയാസ് ആണെന്ന് പറഞ്ഞ് ഈവിൾ തോട്ട്സ് കൊടുക്കുക. ദുശ്ചിന്ത, കൊലപാതകം, ഇപ്പൊ ചെയ്യുന്ന ലിസ്റ്റ് പറഞ്ഞു. ഇതെല്ലാം സാത്താന്റെ ജോലി കാണുന്നത്. സാത്താൻ ഇതുകൊണ്ട് നമ്മുടെ മുമ്പിൽ എഴുതി കാണിക്കുകയാണോ? അല്ലല്ലോ. മനസ്സിനകത്തോണ്ട് തരികയല്ലോ ചിന്തകള്. മനസ്സിനകത്തോണ്ട് തരികയല്ലോ. എല്ലാ ദുഷ്പ്രവൃത്തികളും ചിന്തകളുടെ രൂപത്തിൽ മനസ്സിൽ കൊണ്ട് തരികയല്ലോ. ഒരുത്തനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. കൊല്ലുന്നതിന് മുമ്പ് കൊല്ലണമെന്ന തീരുമാനം മനസ്സിലുണ്ടായില്ലയോ? ആര് കൊണ്ട് തന്നതാ? സാത്താൻ കൊണ്ട് തന്നതല്ലേ. ആ സാത്താന് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ദുഷ്ടന്മാരാക്കാൻ കഴിയുന്നത്.
എന്നെ ദൈവസന്നിധിയിൽ തെറ്റിച്ച് കളയാൻ സാത്താൻ കഴിയുന്നത് സാത്താൻ എൻ്റെ തോട്ട്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്, ഉം. അല്ലേ? എൻ്റെ തോട്ട്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് സാത്താന്. അതെ. ഉം. അതുകൊണ്ടാണ് സാത്താൻ എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. ജയിപ്പിക്കുന്നത്. ഉം. പാപം എന്ന് പറയുന്നത് ഫിസിക്കൽ റെലമിൽ ഉണ്ടാകുന്ന ഒന്നല്ല. ഫിസിക്കൽ റെലമിൽ വന്ന് അവസാനിക്കുന്ന ഒന്നാണ്. ഉം. തുടക്കം മെന്റൽ റെലമിലാണ്, യെസ് യെസ്. അല്ലേ? അതെ. പല പ്രാവശ്യം അവനിങ്ങനെ ബാങ്കിൻ്റെ അതിലേ പോയി. പല പ്രാവശ്യം ബാങ്കിൻ്റെ അതിലേ പോയപ്പം ബാങ്കിൻ്റെ കുറ്റി എവിടെ ആയിരിക്കുന്നത് ഉം. എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെ ഈ ബാങ്ക് കൊള്ളയടിക്കാം. മനസ്സിലായോ? ഉം. 1999 സ്കോട്ട്ലൻഡ് കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ്. ഉം. ബാങ്ക് കൊള്ള നടക്കുന്നത് ഈ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഉം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ ലോറി വന്നു നിന്നു. ഉം. ലോറി വന്നു നിന്നിട്ട് ഒരാഴ്ച മുമ്പ് അവിടെ മെയിൻ്റനൻസ് പണി തുടങ്ങുക. ഓക്കെ. ഉം. മെയിൻ്റനൻസ് പണി തുടങ്ങുന്ന പറയുമ്പം ആ ബിൽഡിംഗ് ഏരിയ ഉണ്ടല്ലോ, ഉം. ഇവരെത്രയോ കാശ് കൊടുത്ത് ആ ബിൽഡിംഗ് മേടിച്ചു. ഓക്കെ. ആ. മേടിച്ചിട്ട് അതിൻ്റെ അടിയിൽ തുരക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുന്നു, അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണല്ലേ. ഉം. അപ്പം ഇവിടെ ഇംഗ്ലണ്ട് ഒരു ബാങ്ക് ഹോളിഡേസ് പറഞ്ഞ് 3 ദിവസം അടുപ്പിച്ച, ഉം. സാറ്റർഡേ സൺഡേ മൺഡേ, ഉം. 3 ദിവസം, പിന്നെ ട്യൂസ്ഡേ തുറക്കത്തുള്ളൂ. ഉം. അപ്പം ഇവരെന്തെന്നറിയാമോ, ഈ അതിൻ്റെ തലയാഴ്ച തുടങ്ങി. ആ. ഫ്രൈഡേ നൈറ്റ് ആയപ്പോഴത്തേക്ക് മണ്ണിനടിയിൽ കൂടെ ചെന്ന് തുരന്ന് ഈ ബാങ്കിന്റെ പൈസ വെച്ചിരിക്കുന്ന വലിയ സംഗതി ഉണ്ടല്ലോ, ഉം. അതിന്റെ നേരെ അടിയിൽ നിൽക്കുക. വെള്ളിയാഴ്ച അപ്പം ശനി ഞായർ അവധിയാണ്ടെന്ന് അറിയാമോ, നാട്ടുകാർക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടി ഇവർ ഇത് മുഴുവൻ സ്റ്റോർ ചെയ്തു. അതെ. കറൻസി സ്റ്റോർ ചെയ്തു. കാരണം പിന്നെ ആൾക്കാർക്ക് പൈസ കിട്ടിയെന്ന് വരെ നിൽക്കത്തില്ല, അതെ. ഉം. മെഷീനിൽ കൊണ്ട് ഇതിടുമ്പോഴേ. അതെ. എന്നിട്ട് എന്ത് ചെയ്തു, ശനിയാഴ്ച രാത്രിയായപ്പം വെള്ളിയാഴ്ച രാത്രിയായപ്പം ഇവർ മണ്ണിനടിയിൽ കൂടെ തുറന്ന് ഈ മെഷീൻ മുഴുവൻ അങ്ങ് താഴെ പോയി. താഴെ ഇറങ്ങിയിട്ട് മുഴുവൻ ക്യാഷും എടുത്തപ്പം വലിയ ലോറി ഉണ്ടല്ലോ, ട്രക്ക്, മാസിവ് ലോറി, അങ്ങനത്തെ 3 or 4 എണ്ണം നിറച്ചുണ്ട് ഈ ക്യാഷ്. നാട് വിട്ടു. ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ കണ്ടെത്താൻ. അപ്പൊ നോക്കിക്കോണേ, ഈ വർക്ക് തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് അതിന്റെ പ്ലാനിങ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. മോഷണം തുടങ്ങുന്നതിന് മുമ്പ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്ലാനിങ് തുടങ്ങി. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും പിന്നിൽ ഒരു പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഇല്ല നമ്മൾ ചെയ്യുന്ന തെറ്റുണ്ട്. പെട്ടെന്ന് പഠിച്ചു, കർത്താവേ ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ, ക്ഷമിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, തെറ്റിപ്പോയി. പെട്ടെന്ന് ദൈവം കർത്താവ് നമ്മളെ രക്തം കൊണ്ട് മൂടും, എന്നിട്ടത് മായിച്ചു കളയും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും വെക്കുന്ന മനുഷ്യൻ, ലഭിച്ച മനുഷ്യൻ ഭാഗ്യവനല്ലേ. അപ്പം അത് നമ്മളതിന് പറയുന്നത് റിഫ്ലെക്സ് ആക്ഷനാണ്. പെട്ടെന്ന് ചെയ്ത മറ്റേ അങ്ങനെയല്ല, മൈൻഡെല്ലാം മുഴുവൻ സാത്താൻ കവർന്നെടുത്തു. ലാസ്റ്റിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ല, നമുക്ക് പിന്നെ പ്രവർത്തിക്കാൻ. മുഴുവൻ സാത്താൻ എടുത്ത് നമ്മളെ കൊണ്ട് ജയിക്കുക. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ചെറിയ ചിന്ത പോലും വളരെ ക്ലിയർ ആയിട്ട് സാത്താൻ സ്ക്രൂട്ടനൈസ് ചെയ്യാണ്. ഈവിൾ തോട്ട്സ് തരാതെ നമ്മളെ കൊണ്ട് ഒരു ദുഷ്ടതയും പ്രവർത്തിക്കാൻ സാത്താൻ കഴിയത്തില്ല. That means he knows everything that is happening in our heart. Every little thought happening in our heart, Satan knows.
എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. സാത്താന് നമ്മൾ പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന സാത്താന് അറിയത്തില്ല. ഇത് എവിടുന്നുണ്ടായ തിയറിയാ? ഐ ഡോണ്ട് നോ. സാത്താന്റെ പ്ലേ ഗ്രൗണ്ടാണ് നമ്മുടെ മൈൻഡ്. സാത്താന്റെ പ്ലേ ഗ്രൗണ്ട് നമ്മുടെ മൈൻഡ് റലമാണ്. അവിടെ നടക്കുന്ന സാത്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോരം മണ്ടത്തരായി പറയുന്നത്. നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരെങ്കിലും അബദ്ധത്തിൽ അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇനിമേൽ അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ. സൽപ്രവൃത്തികൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുപോലെയാണ്. അതുപോലെ തന്നെയാ. അതുപോലെ തന്നെയാണ് സൽപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നോ പ്രോബ്ലമോ. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. 72 സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ശലോമോന്റെ സങ്കീർത്തനം എന്ന് കാണുന്നു. ആ സങ്കീർത്തനം 20-ാം വാക്യത്തിൽ യിശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു എന്നും കാണുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഈ സങ്കീർത്തനം ആരുടേതാണ്? ദാവീദ് തന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ ഇത്? നമുക്ക് ചോദ്യകർത്താവിനോട് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയേണ്ടത്. നമ്മുടെ കൈ കെട്ടുകയാണ് നല്ലൊരു കട്ടൻ കാപ്പി മേടിച്ചു കൊടുക്കേണ്ടത്. കാര്യം അവര് സമൂഹത്തോട് ചെയ്യുന്നത് വലിയൊരു നന്മയില്ല. കാര്യം ഇതിനെ പറ്റിയൊക്കെയുള്ള ആശയക്കുഴപ്പമുള്ള ദൈവമക്കൾക്കാണ്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ആശയക്കുഴപ്പമൊക്കെ മാറി ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടത്തില്ല. ഇപ്പൊ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എനിക്ക്, പക്ഷെ ഒരു സാധാരണക്കാരന് ആകെപ്പാടെ പ്രശ്നത്തിലാകുന്ന ഒരു സംഗതിയാണ്. കാരണം ശലോമോന്റെ ഒരു സങ്കീർത്തനം ഷേക്സ്പിയറുടെ മക്ബത്ത് അല്ലെ പോയം എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ എഴുതിയെന്ന അല്ലേ. ബേർണഡ് ഷോയുടെ നാടകം എന്ന് പറഞ്ഞാൽ ബേർണഡ് ഷോ എഴുതിയെന്ന. അങ്ങനെ ബൈബിളിലല്ല. ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ശലോമോന്റെ സങ്കീർത്തനം ശലോമോൻ എഴുതിയ സങ്കീർത്തനമാണ് ഒബ്വിയസ്ലി. പിന്നെ താഴെ വരുമ്പോൾ യിശായി പുത്രനായ ദാവീദ് സങ്കീർത്തനം അവസാനിച്ചിരിക്കുന്നു. ഇതൊന്ന് അപ്പനും മോനും കൂടെ മനുഷ്യനെ പറ്റിക്കുകയാണ്. അപ്പനും മോനും കൂടെ മനുഷ്യനെ പറ്റിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മലയാളത്തിലല്ലല്ലോ എഴുതി, ഇംഗ്ലീഷിലും അല്ലല്ലോ എഴുതിയത്. അവർ ഹീബ്രു റൈറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് മൂലഭാഷയെ നോക്കണം. ഇത് ഹീബ്രുവില്ല ഷലോമോക്ക് ശലോമോൻ എന്നുള്ളതിന്റെ ഹീബ്രു നെയിം ഷലോമോക്ക് എന്നാണ്. ഇംഗ്ലീഷുകാരാണ് സോളമനാക്കിയത്. എന്തോ കാര്യത്തിന് ഷലോമോക്ക്. ഷലോമോക്ക് means for or towards. ശലോമോന് എഴുതിയ സങ്കീർത്തനം. ശലോമോന് വേണ്ടി എഴുതിയ സങ്കീർത്തനം. അപ്പം ഈ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ആ ല എന്ന ചെറിയ പ്രിപ്പസിഷൻ പ്രിപ്പസിഷൻ ആ പ്രിപ്പസിഷന്റെ അർത്ഥം മനസ്സിലാക്കാതെ ടൈറ്റിങ് എഴുതി ശലോമോന് വേണ്ടി എഴുതിയ സങ്കീർത്തനം എന്നാ ടൈറ്റിൽ കൊടുക്കേണ്ടത്. ശലോമോന് വേണ്ടി എഴുതിയ സങ്കീർത്തനം. അപ്പൊ ശലോമോൻ രാജാവാകുക. അപ്പൊ രാജാവാകുമ്പോൾ ശലോമോനെ അപ്പൻ അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രാർത്ഥന പ്രിപ്പയർ ചെയ്യുക. ഈ അനുഗ്രഹ പ്രാർത്ഥന പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന്
ഈ ഇദ്ദേഹം അങ്ങ് പ്രൊഫറ്റിക് സ്പിരിറ്റിലായി. ഓക്കെ. ദാവീദിന്റെ ഒരു പ്രത്യേകത, ദാവീദ് ഒരു കാര്യം എഴുതാൻ തുടങ്ങും, പെട്ടെന്ന് പ്രൊഫറ്റിക് സ്പിരിറ്റിലാകും. എന്നിട്ട് ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. ഈ റൈറ്റ്സ് ദ ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചറാണത് എഴുതുന്നത് ശാലോമന്, ഈ ദാവീദിന് അറിയാമോ? എനിക്കറിയത്തില്ല, പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പൊ തൻ്റെ മകൻ എന്ന രാജാവ്, ആ രാജാവ് എങ്ങനെ ആയിരിക്കണം? ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നീതി നൽകണമേ. ഗോഡ്, the king is going to take over. രാജാവ് ഭരണമേൽക്കാൻ പോവുക. ആ ഭരണമേൽക്കാൻ പോകുന്ന രാജാവ് ന്യായത്തോടും നീതിയോടും കൂടെ ഭരിക്കണമെങ്കിൽ ഗോഡ്സ് സെൻസ് ഓഫ് ജഡ്ജ്മെന്റ് ഷുഡ് ബി ഗിവൺ ടു ഹിം. ദൈവത്തിന്റെ സെൻസ് ഓഫ് ജഡ്ജ്മെന്റ് കൊടുക്കണം. ഇവിടെ രണ്ടുപേര് വന്നു കഴിഞ്ഞു. രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അപ്പോ ഓൾറെഡി രണ്ടുപേര് വന്നു കഴിഞ്ഞു. To start with ഇത് ശലോമോനാ. പക്ഷെ നമ്മുടെ സങ്കീർത്തനം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോ നോക്കണേ, സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ എന്നങ്ങോട്ട് തുടങ്ങി. നോക്കണേ, പിന്നെ പറയുന്നതൊന്നും ഈ ശലോമോന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ കപ്പാസിറ്റിയിൽ വരുന്ന കാര്യമല്ല. ഇനി പറയുന്നതൊന്നും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലിമിറ്റിൽ വരുന്നതല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം, ആ ഒരു ചെറിയ രാജ്യത്തെ രാജാവിന്റെ കപ്പാസിറ്റിയിൽ, ലിമിറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊന്നും. അപ്പൊ ഇതാരെ പറ്റി പറയുന്നത്? വരുവാനിരിക്കുന്ന മശിഹായെ പറ്റി പറയുന്നത്. അപ്പൊ വരുവാനിരിക്കുന്ന മശിഹായെ പറ്റി പറയത്തക്ക രീതിയിൽ പ്രൊഫറ്റിക് സ്പിരിറ്റിൽ David was taken to the highest realms of prophetic spirit. ഈ പ്രവചനാത്മാവിന്റെ ഹൈസ്റ്റ് റെലംസിലേക്ക് ദാവീദ് അങ്ങ് എടുക്കപ്പെട്ടു. That's what happened. ഇദ്ദേഹത്തിന് മനസ്സിലായില്ല വരുവാനിരിക്കുന്ന മശിഹായുടെ ഭരണം എങ്ങനെയാകുന്നതിനെ പറ്റി. മശിഹായെ പറ്റി ഒരു ധാരണ ഇല്ലല്ലോ, അല്ലേ? പക്ഷെങ്കിൽ മശിഹായെ പറ്റി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആള് ദാവീദാ. പ്രവചനാത്മാവിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങളിൽ പ്രവചനാത്മാവിൽ മശിഹായെ പറ്റി എഴുതിയ ആളാണ് ദാവീദും. പിന്നെ അറിഞ്ഞുകൊണ്ട് എഴുതിയ ആള് പിന്നെ യെശയ്യാവ്. യെശയ്യാവ് കാണുകയാണ്, ദർശനം കാണുക. ബാക്കി പിന്നെയുള്ള പ്രോഫറ്റ്സ് ഒക്കെ ദർശനം കാണുകയാണ്. ഇദ്ദേഹം പ്രൊഫറ്റിക് ഹൈറ്റിൽ അങ്ങ് എടുക്കപ്പെടുക. അപ്പോ നമ്മുടെ നമ്മുടെ ഹൃദയത്തിന് ബുദ്ധിക്ക് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേറൊരാൾ ഉപയോഗിക്കുന്നു. പ്രവചനം മനസ്സിലായോ? നമ്മുടെ ബുദ്ധിയല്ല പറയുന്നത്, നമ്മുടെ അധരത്തെ വേറൊരാൾ ഉപയോഗിക്കുന്നു അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന്. ഇപ്പം ഹൈലി അനോയിന്റഡ് ദാവീദ്, മോസ്റ്റ് അനോയിന്റഡ് പേഴ്സൺ. അപ്പൊ ഈ അനോയിന്റിങ്ങിൽ ഇദ്ദേഹം ഉയരുക സ്വർഗത്തിലേക്ക്. പിന്നെ പറയുന്നതൊക്കെ ദൈവപുത്രനെ പറ്റി, ദൈവപുത്രന്റെ ഭരണത്തെ പറ്റിയാണ്. He was taken so much high. അപ്പം ഇത് ഒരു മഷിയാനിക് മഷിയാണ് ഇതിന്റെ സെൻട്രൽ തീം. മഷിയായുടെ ഭരണവും മഷിഹ ഭരിക്കുമ്പോൾ ലോകത്തിലെ ആളുകൾ എങ്ങനെ മഷിഹയോട് റെസ്പോണ്ട് ചെയ്യുന്നു.
എങ്ങനെ മശിഹയോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഉം. രണ്ട്, മശിഹ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഉം. ദൈവത്തിന്റെ സെൻസ് ഓഫ് ജഡ്ജ്മെന്റിലായിരിക്കണം മശിഹ. ഉം. പിതാവായ ദൈവത്തിന്റെ സെൻസ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഉം. ആ സെൻസ് ഓഫ് ജഡ്ജ്മെന്റിലാണ് ഉം. മശിഹ ലോകം ഭരിക്കേണ്ടത്. ഓക്കെ. അത് കൊടുക്കണമേ എന്ന് ഉം. പിതാവിനോട് ദാവീദ് പ്രാർത്ഥിക്കുക. ഓക്കെ. 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 അത് 72 സങ്കീർത്തനം. ഉം. ശലോമോനെ ഉം. ഈ ശലോമനാണ് തന്റെ ഇമ്മീഡിയറ്റ് ഫോക്കസ് എങ്കിലും സംഗതി ചെന്ന് തീരുന്നത് മശിഹയിലോട്ടാണ്. മശിഹയിലേക്കാണ്. ഓക്കെ. ഓക്കെ. Absolutely fantastic. Thank you very much, ma'am. വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി ക്ലിയർ ആൻസർ, സർ. Absolutely. ഓക്കെ. ഈ സെഷൻ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി നിങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിന്റെ സമയത്ത് അതിനുള്ള മറുപടി ബാബു സർ നൽകുന്നതായിരിക്കും.